ഹായ് ചങ്ങായിമാരെ, ഇന്നത്തെ ചോറ്റിനുള്ള അടിപൊളി ഫ്രൈ പിന്നെ വഴുതിന ഫ്രൈ ആക്കാമെന്ന്. അപ്പോൾ വയലറ്റ് വഴുതിനുണ്ട്, പച്ച വഴുതിനുണ്ട്. ഇതുപോലെ മസാല പെറുക്കിയിട്ട് പൊരിച്ച് തിന്നാൻ വേണ്ടി ചോറിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റായിരിക്കും. ചോറിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ എൻ്റെ അടുക്കളത്തോട്ടത്തിലുണ്ടായ വഴുതിനാണിത്. അപ്പോൾ ഇതിൽ ചേർക്കേണ്ടത് കുറച്ച് ഉപ്പ്, കുറച്ച് മുളക്, മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ട് പിന്നെ കുറച്ച് വെള്ളമൊഴിച്ച് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് വഴുതിന ഇതേപോലെ വെക്കുക. എന്നിട്ട് വഴുതിന ഓരോന്നായിട്ട് നമ്മൾ ഫ്രൈ പാനിൽ വെക്കുക. ഇത് എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ അത് വെക്കേണ്ടത് ഇങ്ങനെ മലർത്തിയിട്ട് വെച്ച് കൊടുക്കണം. തൊലി ഭാഗമാണ് താഴെ വരുന്ന വിധത്തിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല വെളിച്ചെണ്ണയാണെങ്കിൽ ഒന്നും കൂടെ ബെസ്റ്റായി. ഇത് ചൂടോടെ നമുക്ക് പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ട. ഇത് ചോറ്റിൽ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും പരിശോധിക്കുക, പരീക്ഷിച്ച് നോക്കുക. വളരെ നല്ലൊരു ഫ്രൈ ആണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വഴുതിനുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാം. നെടുകെ പിളർന്നിട്ട് പിന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞളും മുളകും ചേർക്കുക. എന്നിട്ട് ഇതുപോലെ ഫ്രൈ പാനിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സുഹൃത്തുക്കളെ, ഇതുപോലെ മൊരിഞ്ഞ് വരും നന്നായിട്ട്. ഇത് കണ്ട അടിവശം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ ഭാഗമാണ് കൂടുതൽ വേവേണ്ടത്. ഇതിൻ്റെ തൊലി ഭാഗമാണ് നന്നായിട്ട് വെന്തിട്ട് വരേണ്ടത്. ഇത് കണ്ട ഇതുപോലെ മൊരിഞ്ഞ് വരും. പിന്നെ നല്ല എന്താ പൊക്കള പോലെ വരും. ഇത് ചോറിൻ്റെ കൂടെ നന്നായി ചേർത്ത് ചൂടോടെ കഴിക്കാൻ. പിന്നെ വേറൊരു കറിയും വേണ്ട, ഒരു കറിയും ദുനിയാവിൽ വേണ്ട. ഈ ഒരൊറ്റ സാധനം മതി. ഇത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ തൊലിൻ്റെ വശം, തൊലി ഭാഗം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊന്ന് ഇതേപോലെ മറച്ചിടുക. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ മുഴുവൻ മസാലയും എണ്ണയിലേക്ക് ലയിച്ചു പോവും, എണ്ണയിൽ ചേർന്ന് പോവും. അതിനാണ് നമ്മൾ ആദ്യം തൊലിയുള്ള ഭാഗം, അതിൻ്റെ അടിഭാഗം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ തന്നെ മേലെ വെന്ത് കഴിഞ്ഞ് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്യാം. വഴുതിന നന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വഴുതിന വറുത്തത്, അതായത് പൊരിച്ചത് റെഡി ടു സെർവ് ആണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. നമ്മൾ കരുതുന്ന കുട്ടികൾക്ക് ഈ മത്തിയും ചിക്കനും മട്ടനും മാത്രമേ മരിച്ചത് ഇഷ്ടപ്പെടുന്നു. ഇതുപോലെ കുട്ടികൾക്ക് ചെയ്തു കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും, അവർ നന്നായിട്ട് കഴിക്കാം. എൻ്റെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് വഴുതിന പൊരിച്ചത്. കണ്ട നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിൽ ചോറിൻ്റെ കൂടെ നന്നായിട്ട് ചേർത്ത് കഴിക്കാം. ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഒരു ഭക്ഷണമാണ്. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കിയ പയർ, ഇതൊക്കെ എൻ്റെ അടുക്കള തോട്ടത്തിൽ നിന്നുണ്ടാക്കിയ പയറാണ്. അതുപോലെ കുമ്പളം ഒക്കെ ചേർത്തിട്ട് അടിപൊളി ഒരു ഉച്ചഭക്ഷണം കഴിക്കാൻ തയ്യാറായി. ഇതുപോലെ നമ്മൾ മൊരിച്ച വഴുതിന എടുക്കുക. നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. അതിനെ ചോറിൽ ഇതുപോലെ ചേർത്തിട്ട് കുഴച്ചിട്ട് നന്നായിട്ട് കഴിക്കാം. അപ്പോൾ വേറൊരു ഗുണമുണ്ട്, ഇതിൻ്റെ തൊലി ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലി ഉണ്ട്, ആ തൊലി വേറെ നമുക്ക് സെപ്പറേറ്റ് കിട്ടും. അത് കഴിക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് കളഞ്ഞു കളയാം. അപ്പോൾ അതിന് നല്ല മസാലയൊക്കെ ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ചേർത്ത് കഴിക്കാം. വേറെ ഒരു കറി നമുക്കില്ലെങ്കിൽ ഈ ഒരൊറ്റ സാധനം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.